ദൈവം കൈ നീട്ടണോ? എന്തിന്? എടാ, നീ ഈ പൂജയൊന്നും എനിക്ക് ചെയ്തതാ, ഒരു പായസം എനിക്ക് കഴിച്ചതാ, ഒരു ഹോമം എനിക്ക് ചെയ്തതാ എന്ന് ദൈവം. മനസ്സിലായില്ലേ? നിനക്ക് മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായില്ല. ഒരു ഈശ്വരൻ അമ്പലത്തിലുണ്ട് എന്ന് വെച്ചോളൂ നിങ്ങൾ. ഫലരൂപ്യന്ന കർമ്മണം, അത് മനസ്സിലാവില്ലേ? നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലരൂപ്യം എന്ന് വെച്ചാൽ ഫലം തരാൻ. അപ്പം അതല്ലേ നിങ്ങൾ പറയണത്, ഒരു പൂജ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മോഹല്ലേ പ്രാർത്ഥിക്കുന്നത്? ആര് തരണം? അതിനെയാണ് ഫലരൂപ്യന്ന കർമ്മണ. അങ്ങനെയെങ്കിൽ ആ ദൈവം കർത്താരം ഭജതേ. ഭജിക്കുക എന്ന് പറഞ്ഞാൽ യാചിക്കുക എന്നാണ് ഇവിടെ അർത്ഥം. കർത്താരം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നവൻ ആരാണിവിടെ? മനസ്സിലായില്ലേ? നിങ്ങളൊരു പൂജയ്ക്ക് ബുക്ക് ചെയ്താൽ നിങ്ങളെയാണ് എന്ത് വിളിക്കേണ്ടത്? ഒരു പൂജ ചെയ്യുന്ന കർത്താവ് നിങ്ങളാണ്. അപ്പം ദൈവം നിങ്ങളുടെ മുന്നിൽ യാചിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു പൂജ ചെയ്തു തരുമെന്ന്. അങ്ങനെ ഒരു എന്താ പറയുക, യാചിക്കുന്നവൻ അയാൾ അയാൾ പ്രഭുവാണോ? സപ്രഭൂഹി. അയാളെ സംബന്ധിച്ച് ആരാണ് പ്രഭു? തനിക്ക് പൂജ ചെയ്തു തരുന്ന ആളെ പ്രഭുവാണെങ്കിൽ ഈ യാചകനെ നിങ്ങൾ ഈശ്വരനായിട്ട് കാണുമെന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിനെ ഒരു യാചകനാക്കുന്ന സംസ്കാരമാണോ നമ്മുടേത്? ചില അമ്പലത്തിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം 50ൻ്റെയും 1 രൂപയുടെയൊക്കെ തൊട്ട് ദൈവത്തിൻ്റെ മുന്നിലിരിക്കുന്നത്. ചില ചെറിയ കുട്ടി ക്ഷേത്രങ്ങളുണ്ടാവുമല്ലോ. അപ്പം അവിടെ ഇങ്ങനെ മുന്നിൽ കുറേ നാണയത്തുട്ടുകൾ വെച്ചിട്ടുണ്ടാവും. അപ്പം മനസ്സിലാക്കിക്കൊള്ളണം, ഈ ദൈവം ചില്ലറക്കാരനാണെന്ന്. നമ്മുടെ നാട്ടിൽ ചില്ലറക്കാരൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ആളൊരു ചില്ലറക്കാരനാണെന്ന് പറയാറുണ്ടോ? ഒരു നാടൻ ഭാഷയുണ്ട്. ഗുണ്ടായിസം കയ്യിലുള്ളവരെയാണ് അവനൊരു ചില്ലറക്കാരനാണെന്ന് പറയുന്നത്. ആണോ? ഇങ്ങനെയൊക്കെ നമ്മൾ ദൈവത്തിനെ ഗുണ്ടായിസക്കാരാക്കി മാറ്റേണ്ട കാര്യമുണ്ടോ? നോക്കൂ നിങ്ങൾ, നമ്മൾ തന്നെയാണ് നമ്മുടെ സംസ്കാരത്തെ താഴ്ത്തിക്കെട്ടിയത്. വാസ്തവത്തിൽ ഭഗവാൻ പറയുന്നു, ഈ അമ്പലങ്ങളൊന്നും വച്ചിരിക്കുന്നത് പൂജകളും വഴിപാടുകളും ചെയ്യാനല്ല. പക്ഷെ ഇന്നിപ്പോൾ അത് ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ചാൽ ആളുകൾ അറിഞ്ഞ് പൈസ കൊടുക്കണില്ല അത് കൊണ്ട് നടക്കാൻ. അപ്പം പിന്നെ ദൈവത്തിൻ്റെ പേരിൽ വല്ലതും പറഞ്ഞാലേ ആൾക്കാരെ വീഴ്ത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ ദോഷമുണ്ട്, നിങ്ങൾ ഈ പൂജ ചെയ്യൂ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യും. അതല്ല നിങ്ങളോടൊരു 100 രൂപ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തരുമോ? ഉണ്ടോ ഇല്ലയോ? അങ്ങനെയൊന്നും നിങ്ങൾ കാശ് ഇറക്കില്ല. ചിലരാണെങ്കിൽ പേഴ്സ് വിട്ടുകൊടുക്കണ പ്രശ്നമില്ല, അങ്ങനെ മുറുകെ പിടിക്കും. ആവശ്യമില്ലാത്തതിനൊക്കെ അവർ പൈസ ചിലവഴിക്കും. ദൈവീക കാര്യം വരുമ്പോൾ 1 രൂപയും ചിലവഴിക്കും. അമ്പലത്തിൽ 1 രൂപ കൊണ്ടുപോയി ഒരു 15 വട്ടം ഒഴിഞ്ഞ് ഭണ്ഡാരത്തിലേക്ക് ഇടണം. 1 രൂപ. അതേ ആൾ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ വല്ല സാരി വിൽപ്പനയോ അല്ലെങ്കിൽ വേറെ വല്ല വിൽപ്പനയോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം മനസ്സ് മാറി. കാരണം അത് എനിക്കുള്ളതാണ്, മറ്റത് ദൈവത്തിനുള്ള. പോട്ടെ 1 രൂപ. അതും ചില ആളുകളുണ്ടല്ലോ, കീറിയ നോട്ട്, ആരും എടുക്കാത്ത നോട്ട്. ഇപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ പറയുകയാണ്, ആരോ പറയുന്നു 10 പൈസ വരും അത്രേ. 10 പൈസ 20 പൈസ ഒക്കെ വരും അത്രേ. അതൊക്കെ വരും. അത് എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല. പിന്നെ കീറിയ നോട്ട് ദൈവത്തിനോട് എഴുതിയിരിക്കുകയാണ്, ദൈവമേ ക്ഷമിക്കണമെന്ന്. വേറെ ഒരു വഴിയില്ല എന്നുള്ളത്. ഓരോരുത്തരുടെ ബുദ്ധി നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് നമ്മളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാതെ വന്നതുകൊണ്ടായിരിക്കാം പിൽക്കാലത്ത് അതൊക്കെ ഒരു വഴിപാട് കേന്ദ്രങ്ങളായി. വാസ്തവത്തിൽ അമ്പലമൊന്നും വഴിപാട് ചെയ്യേണ്ട ഒരു സ്ഥലമല്ല. നിങ്ങൾ വഴിപാട് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കണേ, വഴിപാടുകൾ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ ആ ദൈവത്തിനെ ഒരു യാചകനാക്കി മാറ്റുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഈ പൂജയും വഴിപാടൊക്കെ ചെയ്യുന്നവരൊക്കെ ഭാഗ്യം കെട്ടവരാണ് എന്ന്. തേ മന്ദഭാഗ്യ. പിന്നെ എന്തിനാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്നത്? മാം പ്രാപ്യമാനിന്യപവർഗ സമ്പദം വാഞ്ചന്തിയേ സമ്പദയേവ സത്പതിം തേ മന്ദഭാഗ്യ. മാം പ്രാപ്യ, എന്നെ പ്രാപിക്കാനാണ്, എന്നോട് പ്രാർത്ഥിക്കാനല്ല. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കൂ. നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ഇത്രയെങ്കിലും എഴുതി വയ്ക്കൂ നിങ്ങൾ. അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനല്ല, പ്രാപിക്കാനാണ്. അപ്പോൾ കുറച്ചു നേരം നമ്മുടെ മനസ്സ് ആ ഒരു ചിന്തയിൽ, ഞാനും ഭഗവാനും ഒന്നെന്ന ചിന്തയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കണം. എത്ര മനോഹരമായിട്ടാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്.
ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിന് ആളായി നിന്ന പര ആചാര്യരൂപഹരി നാരായണായ നമ. ഒന്നായ നിന്നൈക രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിന്തൽബദമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിലിഹ. ഇത്ര മനോഹരമാണ്. ഭഗവാനും നമ്മളും പണ്ടൊന്നായിരുന്നു. പിന്നെ നമ്മൾ അതിന്ന് വേർപിരിഞ്ഞ ശരീരവും നമ്മളും ഒന്നായിപ്പോയി. ഇനി ഇത് വേർപിരിക്കണം, അത് കൂട്ടിയോജിക്കണം. പണ്ടേ കണക്കേ വരാൻ. ഇത് കല്യാണശേഷം ചൊല്ലാനുള്ള മന്ത്രമല്ലത്. അങ്ങനെയാ പലരും കരുതിയിരിക്കുന്നത്. ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബദ മിണ്ടാവതല്ല മമ. പണ്ടേ കണക്കേ വരുവാൻ നിൻ കൃപാവലികൾ. ഇതെന്താ ഡിവേഴ്സിന് വേണ്ടിയിട്ടുള്ള പെറ്റീഷനോ? അതല്ലത്. പണ്ട് ഞാൻ സ്വതന്ത്രനായി നടന്നു, അപ്പോഴാണ് അച്ഛനും അമ്മയും എന്നെ കെട്ടിച്ച് രണ്ടാക്കി മാറ്റിയത്. ഇനി ഭഗവാനെ എന്നെ വീണ്ടും പണ്ടേ കണക്കേ വരുത്താൻ ആക്കി തീർക്കണേ എന്നുള്ളത് കല്യാണശേഷം ചൊല്ലാനുള്ള മന്ത്രമല്ലത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നു, സ്വഭാവതന്ത്രോഹിജന സ്വഭാവം അനുവർത്തതേ. സ്വഭാവതന്ത്രോഹിജന സ്വഭാവം അനുവർത്തതേ സ്വഭാവതന്ത്രോഹിജന സ്വഭാവം അനുവർത്തതേ സ്വഭാവസ്ഥമിതം സർവം സദേവാസുരമാനുഷം. ഓരോരുത്തരെയും അച്ഛ ദേവ അസുര മാനുഷ്. നോക്കൂ നിങ്ങളെ, ഭഗവാൻ പറയുന്നത് ദേവ അസുര മാനുഷ്. ഇപ്പം ഇന്ദ്രൻ ദേവനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങളെക്കാളും ശക്തനാണ് ഇന്ദ്രൻ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പേടി വരുന്നത്. ഇന്ദ്രൻ നിങ്ങളെ ഇപ്പം നോക്കൂ, ചാത്തനെ പൂജിക്കണോ അല്ലെങ്കിൽ കുട്ടിച്ചാത്തനെ പൂജിക്കണോ? ഇപ്പം ചാത്തൻ നിങ്ങളെക്കാളും വീക്കായതുകൊണ്ടാണോ നിങ്ങൾ പൂജിക്കുന്നത്? സ്ട്രോങ് ആയതുകൊണ്ടാണോ? സ്ട്രോങ് ആയതുകൊണ്ട്. വിളിക്കാൻ പുറത്തല്ലേ എന്നാ പറയണത്. അപ്പം വിളി കേൾക്കുന്നാ പറയണത്. അങ്ങനെയാണല്ലോ പലരും പറയുക. ഹോ എന്തേ ഈശ്വര, ഞങ്ങളുടെ എന്താ പറയുക, മച്ചിൻ്റെ അകത്തുള്ള ദേവി ഉണ്ടല്ലോ, വിളിക്കാൻ പുറത്താണെന്നാണ്. തട്ടി വിളിക്കുക അത്രേ. എന്താ പാതിരയ്ക്ക് വിളിക്കുന്ന ആളാണെങ്കിൽ സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? ചിലവരെ അങ്ങനെയൊന്നും കൊലുക്കാൻ പറ്റില്ല. ഭർത്താവ് മഹാകുടിയൻ, ഭാര്യ ഒരു തരത്തിൽ വിചാരിച്ചിട്ടും കുടി മാറ്റാൻ പറ്റുന്നില്ല. അവസാനം ഭാര്യ ചോദിച്ചു, കൺസൾട്ടിങ്ങിന് പോയി, കൗൺസിലിങ്ങിന്, എങ്ങനെ ഭർത്താവിൻ്റെ കുടി മാറ്റാൻ പറ്റും. അപ്പോൾ അവർ ചോദിച്ചു, ഭർത്താവിന് വല്ല ഭയം ഉള്ള കാര്യമുണ്ടോ ചോദിച്ചു. പറഞ്ഞു, ഭർത്താവിന് ഒരേ ഒരു ഭയം, പ്രേതത്തിന് മാത്രമേ ഉള്ളൂ. പണ്ട് ഗുരുവായൂരിൽ പോയപ്പോൾ അവിടെ താമസിച്ച മുറിയിൽ പ്രേതമുണ്ട് എന്ന് പറഞ്ഞപ്പം അപ്പം ഇറങ്ങിപ്പോയത് ആൾ. അപ്പോൾ പേടിയുള്ളത് പ്രേതത്തിനെയാണ്. ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു യക്ഷിയുടെ വേഷം കെട്ടു, എന്നിട്ട് കുടിച്ചു വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് മുന്നിലേക്കൊരു ചാട്ടം ചാട്. അതോടുകൂടി പേടി വന്നാൽ പിന്നെ അയാളുടെ കുടി നിൽക്കും. ഇതൊക്കെ കേട്ട് ആ സ്ത്രീ കലോത്സവക്കാരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ വാങ്ങിച്ച് ഒരു യക്ഷിയുടെ വേഷമൊക്കെ കെട്ടി, നല്ല വെളുത്ത സാരിയും വെളുത്ത ബ്ലൗസും ഒക്കെ കെട്ടി, മുടിയൊക്കെ വെളുപ്പിച്ച് പൊടിയൊക്കെ പറത്തി, നല്ല ചുവന്ന നാവും 2 കൂർത്ത പ്ലാസ്റ്റിക് പല്ലൊക്കെ വെച്ച് ഭർത്താവ് കയറി വരുന്ന സമയത്ത് റോഡ് സൈഡിൽ ഒരു തെങ്ങിൻ്റെ പുറകിൽ പോയി നിന്ന് വരുന്ന സമയത്ത് ഒരൊറ്റ ചാട്ടം പിടിച്ച് രക്തം 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 എന്ന് പറഞ്ഞ് തുള്ളിയതും കുടിച്ചു ബോധമില്ലാതെ വരുന്ന വാസുക്കുട്ടൻ ഭാര്യയെ, ഈ യക്ഷിയെ ഞോങ്ങി ഒരൊറ്റ പിടുത്തം പറഞ്ഞു, യക്ഷി നീ പേടിക്കണ്ട, നീ എൻ്റെ കൂടെ പോരെ, നിൻ്റെ ചേച്ചിയുടെ കൂടെ എൻ്റെ താമസം. ഈ തരത്തിലുള്ള ഒരാളെ ഒരു യക്ഷി വിചാരിച്ചാലല്ല, യക്ഷിയുടെ അമ്മൂമ്മ വിചാരിച്ചാൽ പോലും നേരെയാക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്നേ, ഒരാളെ ദേവ അസുര മാനുഷ. ഇപ്പം നിങ്ങൾ പറയുന്നു കൃഷ്ണന് എന്തും തരാനുള്ള ശക്തിയുണ്ട്.
രാമന് ശക്തിയുണ്ട്, ശിവന് ശക്തിയുണ്ട്. ഇവരൊക്കെ ഏത് തരത്തിലാണ് ശക്തി നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അതിനെക്കുറിച്ച് വല്ല ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ശരീരത്തിനാണോ ശക്തി എന്നാണോ നിങ്ങൾ പറയുന്നത്? ആണോ അല്ലയോ? അവരുടെ ശരീരത്തിനാണ് ശക്തി എന്നുണ്ടെങ്കിൽ ഇവിടെ ശരീരത്തിന് ചിലർക്ക് ശക്തി കൂടുതലാണ്, ചിലർക്ക് ശക്തി കുറവാണ്. പക്ഷേ ശരീരശക്തി എന്നുള്ളത് മനസ്സുകൂടെ ചേരുമ്പോഴേ അതിന് ശക്തിയുള്ളൂ. മനസ്സ് ശരീരം വിട്ടുപോയാൽ എത്ര മല്ലനായിട്ടും കാര്യമില്ല. മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നത് സ്വഭാവത്തെ ആസ്പദമാക്കി. ശ്രദ്ധിക്കൂ ഈ വാക്ക്. സ്വഭാവം എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ ഓരോരുത്തരും കൊണ്ടു നടക്കുന്ന, ഓരോരുത്തരും മനസ്സിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സംസ്കാരത്തെയാണ് ഇവിടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ ദുർബലനാക്കുന്നതും നിങ്ങളുടെ സ്വഭാവമാണ്, നിങ്ങളെ ധീരനാക്കുന്നതും സ്വഭാവമാണ്. മനസ്സിലായില്ലേ സ്വാമി? അതായത് നിങ്ങൾ ദിവസവും ധ്യാനം ചെയ്യുന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ നിങ്ങൾ ദൗർബല്യത്തിൽ നിന്നും ധീരതയിലേക്ക് ഉയരുമ്പോൾ, എത്ര കണ്ട് ധീരതയിലേക്ക് ഉയരുന്നുണ്ടോ അത്ര കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും പുറമേ ഒരു ദൈവം ഇല്ല എന്നുള്ളത്. നിങ്ങൾ എത്രത്തോളം ദുർബലനാണോ അത്ര കാലം നിങ്ങൾക്ക് മനസ്സിലാവും പുറത്തൊരു ദൈവം ഉണ്ട്. അപ്പോൾ ദൈവം എന്നുള്ള വാക്കിന് നിങ്ങൾക്ക് വ്യത്യസ്ത അർത്ഥം വരും. നിങ്ങൾ ധീരരാവും തോറും നിങ്ങൾക്ക് മനസ്സിലാവും പുറത്തൊരു ദൈവമില്ല, പക്ഷെ ദൈവമേ ഉള്ളൂ എന്ന് മനസ്സിലാവും. നിങ്ങൾ പോലും ഇരിക്കുന്നത് ദൈവത്തിലാണ്. നിങ്ങൾ ഭീരുക്കളാണ്, എന്താ പറയുക, ദുർബലരാണെങ്കിൽ നിങ്ങൾ ദൈവത്തിലല്ല, പക്ഷെ നിങ്ങളുടെ മുന്നിലൊരു ദൈവമുണ്ടെന്ന് തോന്നും. അപ്പോഴാണ് നിങ്ങളുടെ ഭക്തിയൊക്കെ ഒരു ഭഗവാൻ പറയുന്ന പോലെ എന്ത് ഭക്തിയാവുന്നത്? അന്യഭക്തിയായിത്തീരുന്നു. നിങ്ങൾ ധീരരാവും തോറും നിങ്ങളുടെ ഭക്തി അനന്യഭക്തിയായിത്തീരും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ എവിടെ നിൽക്കുന്നു? അതാണ് ഭഗവാൻ പറയുന്നത്, സ സ്വഭാവതന്ത്രോഹി ജന സ്വഭാവം അനുവർത്തതേ സ്വഭാവസ്ഥമിതം സർവം സ ദേവാസുര മാനുഷ. ഇങ്ങനെ ഈ ശ്ലോകങ്ങളൊക്കെ എടുത്ത് പഠിച്ചാലുണ്ടല്ലോ വളരെ ശാസ്ത്രീയമായി കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരികയാണ് സത്യം. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് അച്ഛാ പൂജിക്കേണ്ടത് 3 പേരെയാണ്. ആരെയാണ് പൂജിക്കേണ്ടത്? ഇവിടെ ഗവാം ബ്രാഹ്മണാം അദ്രേ. ഇവിടെ നമ്മൾ പൂജിക്കേണ്ടത് പശുക്കളെ പൂജിക്കാം, കാരണം പാല് തരുന്നു. അതേപോലെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആചാര്യന്മാർ, നമുക്ക് സംസ്കാരം പകർന്നു തരുന്നവർ. അതുപോലെ പർവ്വതം, ഈ ഭൂമിയെ നമുക്ക് പൂജിക്കാം എന്ന് പറയുമ്പോൾ ഭഗവാൻ പ്രാക്ടിക്കലിയാണ് പറയുന്നത്. നമ്മൾ ഈ സംസ്കാരമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അതായത് മൃഗങ്ങളോടുള്ള നമ്മുടെ സമീപനം നല്ല നോക്കൂ. ഈ രാജ്യം നോക്കൂ നിങ്ങൾ, ഈ പശുക്കളെയൊക്കെ വളർത്തിയിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ അതിനൊക്കെ നമ്മൾ ദുഃഖം അനുഭവിച്ചേ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളുടെ പാലക്കാടൊക്കെ ചൂട് കൂടുതലാണ്, ഉണ്ടോ? ഈ ചൂട് കുറയ്ക്കാൻ പശുക്കൾക്ക് വലിയ കഴിവുണ്ട്. നമ്മുടെ ശരീരത്തെക്കാൾ കൂടുതൽ ചൂടിനെ വലിച്ചെടുക്കാനുള്ള കഴിവ് മൃഗങ്ങൾക്കുണ്ട്. ഇപ്പം പശുക്കളൊക്കെ കൂടുന്തോറും ചൂടൊക്കെ കുറഞ്ഞു വരും. എന്ന് മാത്രമല്ല, ഈ പശുക്കളുടെ ചാണകമൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് അണുക്കളെ അതെല്ലാം നശിപ്പിക്കുന്നുണ്ട്. പണ്ട് കാലത്തെ ചാണകം മെഴുകുന്ന തറകളൊക്കെ നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ രാവിലെ മുറ്റടിച്ചു കഴിഞ്ഞാൽ ചാണകം ഇതൊക്കെ അണുക്കളെ അകറ്റുമായിരുന്നു. അതുകൊണ്ട് ഒരുവിധം രോഗങ്ങളും ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇന്ന് മെഡിക്കൽ സയൻസ് തെളിയിച്ച ചില കാര്യങ്ങളുണ്ട്. ശുദ്ധമായ പശുവിൻ്റെ പാല് കുടിക്കും തോറും ഈ ശരീരത്തിൽ ഹാർട്ട് അറ്റാക്ക് വരില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഗോമൂത്രം തുടങ്ങിയിട്ടുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, ഇന്ന് മെഡിസിനാണതൊക്കെ. നമ്മുടെ ക്ഷേത്രങ്ങളിൽ തന്നെ പഞ്ചഗവ്യം ഉണ്ടോ? ഇന്ന് നമുക്കതൊക്കെ നഷ്ടപ്പെട്ട് ഈ പശുക്കളെ നോക്കൂ, പാവം കൊല്ലാൻ വേണ്ടി അതിനെ വേദനിപ്പിച്ച ഒരു ഞാൻ പറയുമ്പോഴല്ലോ, നമ്മൾ കേരളീയർ ഒറ്റക്കെട്ടായി തടയേണ്ട ഒരു കാര്യമുണ്ട്. ഈ മൃഗങ്ങളെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കൊല്ലുന്നത്, നമ്മുടെ കേരളത്തിൽ. പക്ഷേ നമുക്കതിനെക്കുറിച്ചൊരു ചിന്തയും ഇല്ല. ഓരോ മൃഗവും ഇവിടെ, നിങ്ങൾ വിചാരിക്കണ്ടോ ഇതൊന്നും ഉണ്ടാവില്ല എന്ന്? ഇവിടെ മരിക്കുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ ഒരു വേദനയുടെ ചിന്ത ഇവിടെ നിക്ഷേപിച്ചിട്ടാണ് പോവുക. നമ്മൾ എന്തിന് ഈ പാപം നമ്മുടെ ഈ കേരളത്തിലേക്ക് വെക്കണം? ഒരു ആളെ കൊല്ലുന്ന സമയത്ത് സന്തോഷത്തോടു കൂടിയിട്ടാണോ മരിക്കുക, ദുഃഖത്തോടു കൂടിയിട്ടാണോ മരിക്കുക? ആ ഒരു ചിന്തയോടു കൂടിയിട്ടല്ലേ പോവുക?
ആണോ അല്ലയോ? നിങ്ങൾക്കൊക്കെ അറിയാലോ, വീട്ടിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ വീട്ടിൽ താമസ യോഗ്യമാക്കണമെങ്കിൽ ആ പ്രേതത്തെ അവിടുന്ന് ആവാഹിച്ച് മാറ്റണം എന്നൊക്കെ ഉള്ളത് ഇന്ന് പലർക്കും വിശ്വാസമുള്ള കാര്യമാണ്. ഉണ്ടോ ഇല്ലയോ? അപ്പം നോക്കൂ, എത്രയോ മൃഗങ്ങളെ ക്രൂരമായി കൊല്ലുന്ന ഒരു സംസ്കാരം, ഈ സംസ്കാരം, വേദന നിറഞ്ഞൊരു സംസ്കാരം എന്തിനീ ഭൂമിയിൽ ഉണ്ടാക്കി വെക്കണം? ഇതാര് തടയണം? നമ്മൾ തടയേണ്ടതില്ലേ അതിനൊക്കെ? എന്നാൽ നിങ്ങളുടെ പാലക്കാട് വഴിയാണ് സകല പശുക്കളും വരുന്നത്. എന്താ നോക്കൂ നിങ്ങൾ, അത്ര ക്രൂരമായൊരു സംസ്കാരം. എന്നിട്ട് രാവിലെ നമ്മൾ പാല് കുടിക്കണം. എനിക്ക് നിങ്ങളോടൊക്കെ ഒരു അപേക്ഷയുള്ളത്, നാളെ മുതൽ പാലും ഒരു സാധനം നിങ്ങൾ കഴിക്കരുത്. എന്ന് പശുക്കളുടെ വധം നിർത്തുന്നോ അന്ന് കുടിക്കാൻ തുടങ്ങണം. യോഗ്യരായിത്തീരുമോ നമ്മൾ? അതിൻ്റെ പാല് കുടിക്കുകയും ചെയ്യുക, അതിനെ ക്രൂരതയ്ക്ക് നമ്മൾ വിട്ടും കൊടുക്കുക എന്ന് പറയുന്നത് ശരിയാണോ? അത് ഇത്തിരി നന്ദി കാണിക്കണ്ടേ? നമ്മൾ നന്ദിയുള്ളവരായിത്തീരണ്ടേ? വേണോ വേണ്ടയോ? എന്താ നിങ്ങളൊന്നും പറയാത്തേ? എത്ര പേര് നാളെ മുതൽ കഴിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ പറ്റും? പാലും ചായയും ഒക്കെ അങ്ങോട്ട് നിർത്തിവെക്കുക നിങ്ങൾ. ഇനി പശുക്കളെ കൊല്ലുന്നത് നിർത്തിയാലേ ഞാൻ പാലും ചായയൊക്കെ അങ്ങോട്ട്. ആ പാല് കാണുമ്പോൾ ഓർമ്മ വരണം ആ തുറിച്ച കണ്ണുകളും ആ കഴുത്തൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ പല്ലൊക്കെ കാണിച്ചിട്ടുള്ള രൂപമുണ്ടല്ലോ, അത് നിങ്ങൾ കാണണം. അപ്പോഴാണ് നമുക്കൊരു കുറ്റബോധം വരിക. ഈ പാവത്തിനെ കൊല്ലുന്നു, ഞാനതിന് കൂട്ടുനിൽക്കുന്നു. അതുകൊണ്ടല്ലേ ഈ പാവം മൃഗം ഇത്രയും കാലം പാല് തന്നിട്ട്, അതായത് സ്വന്തം അമ്മയെ കൊല്ലുന്നതിന് തുല്യമാണ് ഒരു പശുവിനെ കൊല്ലുന്നത് എന്നാണ്. ഈ സംസ്കാരമൊക്കെ മാറ്റിയെടുക്കണ്ടേ നമ്മൾ ഭാരതത്തിൽ? ഇതൊക്കെ നോക്കൂ, നമുക്ക് എന്നീ സംസ്കാരം പോയോ അന്ന് ഇവിടെ അനർത്ഥങ്ങളും ശാപം പിടിച്ച ഭൂമിയൊക്കെ, എത്രയോ പശുക്കളുടെ ശാപം ഈ കേരളം ദിവസം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളെയൊക്കെ ശപിച്ചുകൊണ്ടായിരിക്കും ഓരോ പശുക്കളും ഇവിടെ നിന്ന് പോകുന്നത്. എന്തിന് നിങ്ങൾ ഈ ശാപഭൂമിയാക്കണം ഇത്? അങ്ങനെ നമ്മൾ ചിന്തിക്കൂ നിങ്ങൾ. ഇപ്പോൾ ഒരു എന്താ പറയുക, മഹത്തായൊരു സംസ്കാരം, കൃഷ്ണനെ നിങ്ങൾ പൂജിക്കണമെങ്കിൽ കൃഷ്ണൻ പറഞ്ഞത് ശീലിക്കണ്ടേ? നിങ്ങൾ ഗുരുവായൂർ പോവാറില്ലേ? ഉണ്ടോ ഇല്ലയോ? കൃഷ്ണൻ്റെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നതാണോ ശ്രേഷ്ഠം? കൃഷ്ണൻ പറയുന്നതിനെ അനുസരിക്കുന്നതാണോ ശ്രേഷ്ഠം? നിങ്ങളുടെ അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ തൂക്കി അച്ഛൻ പറഞ്ഞത് മാത്രം ചെയ്യില്ല, അതിൻ്റെ നേരെ വിപരീതം ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട്? ഇതാണ് നമുക്കൊക്കെ പറ്റിയത്. കൃഷ്ണൻ പറയുന്നത് 3 കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങളോട്. ഒന്നാമത്തത് എന്താണ്? ആരെ പൂജിക്കാൻ? പശുക്കളെ പൂജിക്കാൻ പറയുകയാണ്. അപ്പോൾ പശുക്കളെ കൊല്ലുന്ന സംസ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ പാല് കുടിച്ചിട്ട് അവിടെ പോകാൻ പാടുമോ? ഗുരുവായൂരിൽ പോകാൻ പാടുമോ? കൃഷ്ണനെ ലേശം ബോധമുണ്ടെങ്കിൽ നിനക്ക് 2 തരും കൃഷ്ണൻ. മനസ്സിലായില്ലേ? രണ്ടാമത്തത് നമ്മൾ നമ്മുടെ സംസ്കാരത്തെ, അതാണ് കൃഷ്ണൻ പറയുന്നത്, ഈ മഹത്തായ സംസ്കാരത്തെ നിങ്ങൾ പൂജിക്കും. കാരണം സംസ്കാരമാണ് നമ്മളെ മാനസികമായി ഉയർത്തുന്നത്. ഞാൻ എവിടെയും വായിച്ചിട്ടില്ല ഒരു ബിംബത്തെ പൂജിക്കാൻ കൃഷ്ണൻ പറഞ്ഞത്. കൃഷ്ണൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഒരു ബിംബത്തിൽ കുറേ പാലൊഴിക്കൂ, കുറേ വെള്ളം ഒഴിക്കൂ, ദൈവം നിങ്ങളെ രക്ഷിക്കുന്ന കൃഷ്ണൻ പറഞ്ഞില്ല. തസ്മാ സംഭൂജയത് കർമ്മ, ഭഗവാൻ പറയുന്ന വാക്കാണ്. നിങ്ങളെ പ്രവൃത്തി ഒരു പൂജയാവട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ പ്രവൃത്തിയെ പൂജയാക്കി മാറ്റുന്നു. തസ്മാ സംഭൂജയത് കർമ്മ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണ തെളിവ് വേണമെങ്കിൽ ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ 35-ാമത് ശ്ലോകമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പറയും, സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവം. അങ്ങനെ ഒരു ശ്ലോകം ഉണ്ടോ നോക്കൂ. 46 സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവം യത പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തതം. സ്വകർമ്മണ തം അഭ്യർച്ച്യ, നിങ്ങളുടെ കർമ്മം ഒരു അർച്ചനയായി മാറട്ടെ. സ്വകർമ്മം, നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ പ്രവൃത്തി ഒരു അർച്ചനയായി മാറട്ടെ. ഇപ്പം എന്തൊക്കെ പ്രവൃത്തിയാണ് നമ്മളോട് പറഞ്ഞത് ഭഗവാൻ? ഒന്ന് പശുക്കളെ, ഗവാം. രണ്ടാമത്തത് ബ്രാഹ്മണ. ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ അർത്ഥം ബ്രാഹ്മണരെ പൂജിക്കുക എന്നല്ല, നമ്മുടെ
സംസ്കാരത്തെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഈ സംസ്കാരം, ധ്യാന സംസ്കാരം നമ്മളും ശീലിക്കണം, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. മൂന്നാമത്തത് അദ്രേ. അദ്രേ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നമുക്ക് മഴ തരുന്നത് പർവ്വതങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിക്കാൻ ഇവിടെ ആരൊക്കെ സഹായിക്കുന്നുണ്ടോ അവരെ തിരിച്ച് നമ്മളും പൂജിക്കുക, ആദരിക്കുക, അവരെ നമ്മൾ നിലനിൽക്കാൻ സഹായിക്കുക. ശരിയല്ലേ ഇത്? ആണോ അല്ലയോ? ഇങ്ങോട്ട് നമ്മളെ നിലനിൽക്കാൻ സഹായിക്കുന്നവരെ അതാരാവട്ടെ. കൃഷ്ണൻ അദ്രേ എന്ന് പറഞ്ഞത് മഴയുടെ കാര്യത്തിൽ മാത്രം, മറ്റ് പല കാര്യത്തിൽ ഇപ്പം നിങ്ങൾക്ക് ശമ്പളം തരുന്നു പലരും. അങ്ങനെ ഒരു പൂജാ സംസ്കാരം നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു ജോലിക്കാരി വരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ അതാണ് പൂജയെ കാണുന്നത്. ഒരു ജോലിക്കാരി നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിക്കാരിയിലൂടെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ നടക്കുന്നതെങ്കിൽ അതൊരു പർവ്വതത്തെ പോലെ തന്നെയാണ്. നമുക്ക് വേണ്ട പല കാര്യങ്ങളും അവൾ ചെയ്തു തരുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യവും കുറേയൊക്കെ നമ്മളും തിരിച്ചു ചെയ്യാനുള്ള ഒരു സംസ്കാരം അതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ബന്ധങ്ങളും ഉണ്ടായിരുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇന്നിപ്പോൾ അത്തരത്തിലുള്ള സംസ്കാരങ്ങളൊക്കെ ക്രമേണ ഇല്ലാതെയായിപ്പോയി. അപ്പോൾ അതാണ് ഭഗവാന്റെയൊക്കെ പൂജ എന്ന് പറയുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നു കുറേയും കൂടി പ്രാക്ടിക്കലായി ജീവിതത്തെ മനസ്സിലാക്കി തരുന്നൊരു മഹാനാണ് ആര്? കൃഷ്ണൻ. അല്ലാതെ കൃഷ്ണൻ ഒരിക്കലും പറഞ്ഞില്ല നിങ്ങളൊരു വിഗ്രഹം എടുത്തിട്ട് 1 ലിറ്റർ പാലൊഴിച്ചാൽ ഞാൻ പ്രീതനായി നിങ്ങൾക്ക് പാല് മുടങ്ങാതെ വീട്ടിലെത്തിച്ചേരുന്ന. കൃഷ്ണൻ എന്താ മിൽക്ക് ഡിപ്പോ തുറക്കണ്ടോ എവിടെയെങ്കിലും? കൃഷ്ണൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പ്രശ്നം ഞാൻ 1 ലിറ്റർ പാല് കൊണ്ട് തീർത്തു തരാമെന്ന്. അങ്ങനെ 1 ലിറ്റർ പാല് നിങ്ങൾ എൻ്റെ തലയിൽ ഒഴിച്ചാൽ ആ പാലിൻ്റെ പൈസ പോയി കിട്ടിയെന്നല്ലാതെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്നൊരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. ഭഗവാൻ അത്ര വ്യക്തമായത് ഭാഗവത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ ഈ കഥയും പറഞ്ഞതിന് ശേഷം രാസലീലയിലേക്ക് കടക്കുകയാണ്. ഭഗവാൻ ഒരു പൗർണമി രാത്രിയിൽ ഗോപികമാരെയൊക്കെ ആകർഷിക്കുന്ന വിധത്തിൽ യമുനാ തടത്തിൽ അതാ ഭഗവാൻ പുല്ലാങ്കുഴൽ പോകുന്നു. അങ്ങനെ പുല്ലാങ്കുഴൽ വിളിക്കുന്നു. ഗോപികമാരൊക്കെ രാത്രിയിൽ അവർ പലതും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഭാഗവത്തിൽ. ഇത്ര രസകരമായൊരു ഭാഗം വേറെയില്ല. ഗോപികമാർ ചിലർ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. പുല്ലാങ്കുഴൽ കേട്ടപ്പോൾ അവർ കുളിയൊക്കെ അവിടെ നിർത്തി ഓടിയത്രേ. ചിലവർ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവർ വസ്ത്രം അവിടെ ഇട്ടിട്ട് ഓടിയെന്ന്. ചിലർ ഭർത്താവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയും അവർ ഭർത്താവിനോട് പറഞ്ഞു അത്രയൊക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവരും ഓടി. ചിലവർ കുട്ടിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവരും ഓടി. എല്ലാവരും കൂട്ടയോട്ടം. നിങ്ങൾ കണ്ടില്ലേ ചില കാര്യത്തിൽ കൂട്ടയോട്ടമൊക്കെ സംഘടിപ്പിക്കുന്നു. എല്ലാവരും യമുനാ തടത്തിലെത്തിയപ്പോൾ ഭഗവാൻ ചോദിച്ചു. അതും ഒരു രസകരമായൊരു കാര്യം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, ഈ ഗോപികമാർ ചിലരൊക്കെ ഉണ്ടല്ലോ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവരാ ഒരു പരിഭ്രമത്തിൽ കൃഷ്ണൻ്റെ പുല്ലാങ്കുഴൽ കേട്ടതിൽ എന്താ പറയുക, ചക്ക കൊണ്ടുവച്ചാൽ നല്ല പഴുത്ത ചക്കയാണെങ്കിൽ ആര് വരും? ഈച്ച വരുന്നത് പോലെയാണ് ഈ ഗോപികമാർ പോകുന്നത്. അത്ര ഒരു ആ മനസ്സങ്ങോട്ട് അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. അതുകൊണ്ട് ഇവർ വ്യത്യസ്ത വസ്ത്രാഭരണം എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നു. അതായത് വ്യത്യസ്ത വസ്ത്രം എന്ന് പറഞ്ഞാൽ താഴെ ഉടുക്കേണ്ടത് മേലെ ഉടുത്തു, മേലെ ഉടുക്കേണ്ടത് അതെങ്ങനെയാണ് ഉടുത്തു എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഏതായാലും ഗോപികമാർ കൃഷ്ണൻ്റെ അടുത്തെത്തിയപ്പം ചോദിച്ചു കൃഷ്ണൻ, എന്തിനാ ഗോപികമാരെ ഇങ്ങോട്ട് വന്നത്? വല്ല തീപിടുത്തം ഉണ്ടായോ? ഫയർഫോഴ്സിനെ വിളിച്ചാൽ പോരെ, എന്തിനാ എൻ്റെ അടുത്ത് വന്നത് എന്ന്. അത് കേട്ട സമയത്ത് ഗോപികമാരൊക്കെ കരഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുക. എന്താണത്? ഭർത്തൃശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മം. നിങ്ങളിപ്പോൾ ഈ രാത്രിയിൽ ഇങ്ങോട്ട് വരാൻ പാടില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ജോലി ഭർത്താവിനെയും മക്കളെയൊക്കെ നോക്കുക. അപ്പോൾ ഒരു ഗോപിയുണ്ട്, എൻ്റെ ഭർത്താവ് ശുംഭൻ എന്നുള്ള രീതി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എങ്ങനെയുള്ള ഭർത്താവായാലും ഇത്തിരി കുടിച്ചാലും എങ്ങനെയുള്ളവനായാലും ശരി സ്ത്രീ നഘാതവ്യ, സ്ത്രീ കൈവിടരുത് എന്ന് പറഞ്ഞ് പ്രതിയാതും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചപ്പോൾ ഗോപികമാരൊരെണ്ണം പോകുന്നില്ല. അവരിങ്ങനെ നിൽക്കുകയാണ്. പോണോ പോവണ്ട, അവർ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. എന്തിനാ കൃഷ്ണൻ ഞങ്ങളെ വേദനിപ്പിക്കുന്നത്? അപ്പം അത് കഴിഞ്ഞപ്പോൾ ഒരു ഗോപിയ, മിക്കവാറും രാധയാണല്ലോ ലീഡർ, ഞങ്ങൾ അങ്ങേ പരമാത്മാവായി കാണുന്നു. ഇനി പറയൂ, മനസ്സിനും ഒരു ഭർത്താവില്ലേ എന്ന്. ഈ ഭർത്താവ് എന്നുള്ളതിനർത്ഥം ഒരർത്ഥം നോക്കണേ. ഭർത്താവ് എന്ന് പറഞ്ഞാൽ കെട്ടിയവൻ മാത്രമല്ല അർത്ഥമുള്ളത്. ഭർത്താവൻ എന്ന് പറഞ്ഞാൽ ഭർത്ത് എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നവൻ അർത്ഥം. ഈ മനസ്സിനെ നിലനിർത്തുന്നത് പരമാത്മാവായതുകൊണ്ട് മനസ്സിൻ്റെ ഭർത്താവാണ് ആര്?
മറന്നു. മനസ്സിൻ്റെ ഭർത്താവാണ് പരമാത്മാവെങ്കിൽ ആ പരമാത്മാവായി അങ്ങ് മുന്നിലുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? കൃഷ്ണനെ തോൽപ്പിച്ച് കളഞ്ഞു ഗോപികമാർ. അപ്പോൾ കൃഷ്ണൻ അവരുടെ കൈയൊക്കെ പിടിച്ച് അങ്കന മങ്കന മാധവം മാധവം ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഗോപികമാർക്ക് ചെറിയൊരു തോന്നൽ, ഞാനാണല്ലോ ഏറ്റവും സുന്ദരി, അതുകൊണ്ടല്ലേ എൻ്റെ കൂടെ കൃഷ്ണൻ നിൽക്കുന്നത്. അങ്ങനെ ക്രമേണ അവരുടെ ചിന്ത കൃഷ്ണനിൽ നിന്നും അവരുടെ സൗന്ദര്യത്തിലേക്ക്. ഇപ്പം നിങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ധാരാളം ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് അമ്പലത്തിൽ പോകുന്നതെങ്കിൽ ഭഗവാന്റെ മുന്നിൽ നിന്ന് കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ പറയുന്നതിനിടയിൽ ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കഴുത്തും എന്ന് പറഞ്ഞ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിഞ്ഞു പോയാൽ കൃഷ്ണൻ അന്തർദധേ ഹരി. അപ്പോ ആര് പോയി? കൃഷ്ണൻ മറന്നു. ഇത് തന്നെ സംഭവിച്ചു ഗോപികമാർ. അവരുടെ ശ്രദ്ധ കൃഷ്ണനിൽ നിന്നും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിച്ചപ്പോൾ തത്ര അന്തർദധേ ഹരി. ഈ രാസലീലയെ പലരും ഇതര മതക്കാർ കളിയാക്കും. ഇതൊരു കാമകേളി നൃത്തമല്ലേ? അവരൊരിക്കലും മനസ്സിലാക്കുന്നില്ലേ കൃഷ്ണൻ്റെ മഹത്വം. അതാണ് ഈ സൂക്ഷ്മബുദ്ധിയില്ല. കൃഷ്ണൻ നോക്കുന്നത് അവരുടെ ശരീരത്തിലേക്കല്ല, കൃഷ്ണൻ നോക്കിയത് അവരുടെ മനസ്സിലേക്കാണ്. മനസ്സെപ്പോൾ കൃഷ്ണനെ വിട്ടുവോ അപ്പോൾ ഭഗവാൻ അവരെ നിന്നും മറഞ്ഞുപോയി. പിന്നെ ഗോപികമാർ അന്വേഷണത്തിലാണ് കൃഷ്ണനെ കിട്ടാൻ വേണ്ടി. അങ്ങനെ അന്വേഷിച്ച് അതാ കണ്ടുപിടിച്ചു ഒരു ഗോപി. ഹേ, ഇവിടെ കാലടി കാണുന്നു. നോക്കുമ്പോൾ കൃഷ്ണൻ്റെ കാലടിയോട് ചേർന്നൊരു ഗോപികയുടെ കാലടി. അപ്പം അവർക്ക് വിഷമായി. എന്നാലും കള്ളൻ ഒരുത്തിയും കൊണ്ടാണ് പോയത്, നമ്മളെയൊക്കെ വിട്ടാലും ഒരുത്തിയെ കൊണ്ടുപോയില്ലേ എന്നൊരു വിഷമം. അപ്പം നോക്കുമ്പോൾ ഈ രാധ കൂടെ പോയി എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രാധയ്ക്കും വന്നു അത്രേ ഇത്തിരി ഒരു ദുരഭിമാനം. എന്താ ദുരഭിമാനം? രാധ പറഞ്ഞു അത്രേ, എനിക്കൊരടി നടക്കാൻ വയ്യ കൃഷ്ണ, ഭയങ്കര കാലുവേദന. അതുകൊണ്ട് കൃഷ്ണൻ ഒരു കാര്യം ചെയ്യണം, എന്നെ ഒന്ന് പുറത്തേറ്റിക്കൊണ്ട് നടക്കണം. ഭഗവാൻ വിചാരിച്ചു ഇപ്പം തന്നെ പുറത്തേറ്റിക്കളയാന്ന്. അവളോടൊരു പാറപ്പുറത്ത് കയറാൻ പറഞ്ഞു. ഭഗവാൻ കുനിഞ്ഞു, ചാടിക്കോ എന്ന് പറഞ്ഞു. അവൾക്ക് ചാടിയതേ ഓർമ്മയുള്ളൂ, കൃഷ്ണനെ കാണാനില്ല. അവൾ അവിടെ കിടക്കുന്നുണ്ട്. അവൾ ഉച്ചത്തിൽ കരയണമുണ്ട്. ഹാ നാദരമണ പ്രേഷ്ട ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിം എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുന്ന സമയത്ത് ഗോപികമാരെത്തുന്നു. അവർക്ക് മനസ്സിലായി കൃഷ്ണൻ അവരെ വിട്ടു. അവരെല്ലാവരും കൂടെ ചേർന്ന് യമുനാ തടത്തിലെത്തി അവരുടെ വിരഹവേദന പ്രേമസംഗീതമായി മാറ്റുന്നതാണ് പ്രശസ്തമായ ഗോപികാ ഗീതം. ഗോപികമാർ പറയുന്നു, ജയതി തേതികം ജന്മനാവൃജ ശ്രയത ഇന്ദിരാശശ്വതത്രഹി ദൈതദൃശ്യതാം ദിച്യുതാവക ത്വയി ധൃതാസവ ത്വം വിജിന്വതേ ശരദുദാശയേ സാധുജാതസൽ സരസിജോദര ശ്രീമുഷാദൃശ സുരദനാദതേ അശുൽക്കദാസിക വരദനിഘ്നദോ നേഹ കിം വദ തുടങ്ങി അതിസുന്ദരമായ വരികൾ. ഗോപികമാരെ പറയണു, ഞങ്ങളെപ്പോലെ ഭാഗ്യം കെട്ടവരാരുണ്ടാവും? ഈ വൃന്ദാവനം എത്ര സുന്ദരം, എത്ര മഹത്വം. ഒരാഴ്ച മുമ്പ് ഈ ഗ്രൗണ്ട് മഹാതല്ലിപ്പള്ളിയെ കടന്നിരുന്നു. ഇപ്പം നോക്കൂ, 7 ദിവസം കൊണ്ട് എത്ര പവിത്രം, എത്ര ധന്യം, എത്ര ശ്രേഷ്ഠം. ഈ ഗ്രൗണ്ടിൽ ആദ്യമായിട്ടാണ് അത്രേ ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നത്. ഇവിടെ സർക്കസ് മാത്രമേ നടക്കാറുള്ളൂ. ഇതിനും വലിയൊരു സർക്കസ് ഇനിയുണ്ടോ വേറെ? ഒരു ഡിവൈൻ സർക്കസ്. അപ്പോൾ ഇത്ര മാത്രം നോക്കൂ. സാധാരണ സർക്കസ് ഒരു എൻ്റർടൈൻമെൻ്റ് ആണോ? ഇവിടെ എൻ്റർടൈൻമെൻ്റ് അല്ല, ഇതൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഇതേ ഗ്രൗണ്ടിന് അതിനുള്ളൊരു കഴിവുണ്ട്. ഗോപികമാർ പറയണോ, ഞങ്ങൾക്ക് കൃഷ്ണ അങ്ങ് വിട്ടുപോയില്ലേ? അങ്ങ് കരുതിയോ ഞങ്ങൾ അങ്ങേ പിന്നിൽ ഒരു യാചിക്കാൻ വന്നവരാണെന്ന്? ഗോപികമാർ പറയണോ, അശുൽക്കദാസിക ദാസ്, ഞങ്ങൾ യാചിക്കുന്ന ദാസികളല്ല. പിന്നെ എന്തിനാ അങ്ങയുടെ അടുത്തേക്ക് വന്നത്? അങ്ങയുടെ അടുത്തേക്ക് വന്നത് ഞങ്ങളെ മാനസികമായി ഉയർത്തി അങ്ങ് ഞങ്ങൾക്ക് പരമാത്മാവും ഞങ്ങൾ അവിടുത്തെ ജീവാത്മാവും
ഇതിൻ്റെ ഒരു സംയോഗമാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി വന്നതാണ്, ഞങ്ങളുടെ മനസ്സിനെ ഉയർത്താൻ വന്നതാണ്, അല്ലാതെ യാചിക്കാൻ വന്നതല്ല. വളരെ പ്രസിദ്ധമായ ശ്ലോകമാണിത്. നകല്ലു ഗോപികാനന്ദനോഭവൻ അഖിലദേഹിന അന്തരാത്മദൃ വിഗനസാർത്തിതോ വിശ്വഗുപ്തയേ സഖവുതേവൻ സത്വതം കുലേ. ഞങ്ങൾ അങ്ങയുടെ അടുത്ത് വന്നത് യാചിക്കാനല്ല. കാരണം അങ്ങ് ഞങ്ങൾക്ക് യശോദാനന്ദനോ എന്ന. പിന്നെ എന്തിനു വന്നു? ഞങ്ങൾ ആ പരമാത്മ തത്വത്തിലേക്ക് ഞങ്ങളെ ചേർക്കാൻ വന്നതാണ്. കാരണം ഞങ്ങൾക്കങ്ങ് അഖിലദേഹിനാം അന്തരാത്മദൃക്, അഖിലദേഹികളുടെ മനസ്സിൻ്റെ പരമാത്മാവ് അവിടുന്ന്. നമുക്ക് ഗോപികമാർ എത്ര ഉയർന്നിരിക്കണം! ഈ ഒരു സംസ്കാരം ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപികമാർ പറയണോ, ഭഗവാനെ ഈ ഒരു സംസ്കാരം എത്രയോ ജന്മജന്മങ്ങളായി ഞങ്ങൾക്ക് കിട്ടിയതാണ്. ആ ഒരു സംസ്കാരം ഇന്നും ഇന്നലെയും ഞങ്ങളുടെ ഉള്ളിൽ വന്നതല്ല. അതുകൊണ്ട് ഭഗവാനോട് പറയുന്നത്, അങ്ങയോടുള്ള ചേർച്ച കൊണ്ട് മാത്രമേ ജീവിതം ധന്യമാക്കാൻ പറ്റുള്ളൂ. സുരതവർദ്ധനം ശോകനാശനം സ്വരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗ വിസ്മാരണം നൃണാം വിതരവീരനത്തേതരാമൃതം ശ്രവണമംഗളം തവ കഥാമൃതം തപ്തജീവൻ കവിപിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി കൃണന്തി തേ പൂരിതാചന. അവിടുത്തെ എത്രയോ കേട്ട് ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ശോകനാശനം. ഞങ്ങളുടെ ജീവിതത്തിൽ ശോകമുണ്ടാവരുത്. അതിനെന്താണ് വേണ്ടത്? സുരതവർദ്ധനം, സുഖം വർദ്ധിക്കണം. അതിനെന്താ വേണ്ടത്? സുഷ്ടു ചുംബിതം, അങ്ങ് വേണുവിനെ ചുംബിച്ചിരിക്കുന്ന പോലെ, വേണു അങ്ങയുടെ ശരീരത്തിൽ ചേർന്നിരിക്കുന്ന പോലെ ഞങ്ങളുടെ മനസ്സ് പരമാത്മാവിലേക്ക് ചേരണം. അപ്പോൾ ഇതര രാഗവിസ്മാരണം, വേണ്ടാത്തതൊക്കെ ഞങ്ങൾ വിസ്മരിച്ച് ഞങ്ങളുടെ ജീവിതം ധന്യമാവും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ ഞങ്ങൾ വന്നത്. അതിന് ഞങ്ങളുടെ മനസ്സിൽ നിന്നും പതിസുതന്വയ ഭ്രാതബന്ധവാൻ അതിവിലംഘ്യതേന്ദ്യച്യുതാഗത ഗതിവിധസ്തവോൽഗീതമോഹിത കിതവയോഷിത കസ്ത്യജന്നിശി. ഞങ്ങൾക്ക് ഭർത്താവ്, വീട്, കുടുംബം, പ്രാരബ്ധമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഞങ്ങൾ അച്യുത ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റി ഞങ്ങൾ അച്യുത ആഗത ഭഗവാനിലേക്ക് മനസ്സിനെ അർപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങ് ഞങ്ങളെ കൈവിടാൻ പാടുമോ? ഇത് പറയുന്നതും ഭഗവാൻ പ്രകടമായി. അങ്ങനെ ഭഗവാൻ പ്രകടമായി. പിന്നീട് ഗോപികമാരൊത്ത് വീണ്ടും നൃത്തമാടുമ്പോൾ ഗോപികമാർ ചോദിക്കുന്നുണ്ട്, കൃഷ്ണ അങ്ങ് ചെയ്തത് ശരിയാണോ? ഞങ്ങളെ എന്തിനാണ് കൈവിട്ടു പോയത്? അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഗോപികമാരെ, സ്നേഹം 4 തരത്തിലാണ്. എത്ര തരത്തിൽ? 4 തരത്തിൽ. ഇപ്പം കൃഷ്ണ പറഞ്ഞു തരൂ 4 തരത്തിലുള്ള സ്നേഹം. ഭഗവാൻ പറഞ്ഞോ, ഗോപികമാരെ പോയി ചായ കുടിച്ചിട്ട് വരൂ, അത് തണുത്തു പോകും, എന്നിട്ട് ഞാൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ചായ കുടിച്ചതിന് ശേഷം സ്നേഹത്തെക്കുറിച്ച് പറയാം, അതിനുശേഷം നമുക്ക് കല്യാണത്തെക്കുറിച്ചും പറയാം. അപ്പോൾ രുക്മിണി സ്വയംവരത്തിന് നമ്മൾ തയ്യാറാവാൻ പോവുകയാണ്. ചായ കുടിച്ചതിന് ശേഷം എല്ലാവരും വേഗം എത്തിച്ചേരും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.